ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ അപകടം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് തന്നെ. ഞാൻ വഴിയാത്രക്കാരനാണ്. ഇവിടെ സ്ഥിരമായിട്ട് അങ്ങനെ അപകടമുള്ള സ്ഥലമാണ്. ഇവിടെ താമസിക്കുന്ന ഒരാൾ കൂടി ചേരുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇങ്ങനെ അപകടം സ്ഥിരമായിട്ടുണ്ടാകാറുണ്ട്. ഇപ്പോൾ ഒരു 100ന്റെ മുകളിൽ അപകടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 100 അപകടത്തിൽ ഒരു 50 പേരിന്റെ അടുത്ത ആൾക്കാർ മരിച്ചിട്ടുമുണ്ട്. ഇത് എന്താണ് നിങ്ങൾ പല കാര്യങ്ങളായിട്ട് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഊരാളെങ്കിൽ കമ്പനി ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് അവരുമായിട്ട് നമ്മൾ അന്ന് പറഞ്ഞ ആദ്യം ഒരു പ്ലാൻ അവർ ചെയ്താണ് മൊത്തം താത്താൻ വേണ്ടിയിട്ട്. ഫുട്പാത്തൊക്കെ വേണമെന്ന് എല്ലാം പറഞ്ഞിട്ട് വെള്ളം പോകാനുള്ള സൗകര്യം ആദ്യം ഇത് താത്താനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ആരുടെയോ സമ്മർദ്ദം കൊണ്ട് അത് ഇവർ താത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു താത്തി. മഴ പെയ്യുമ്പോഴൊക്കെ ഇത്തരത്തിലൊരു എപ്പോഴും പ്രശ്നം ഉണ്ടാകാറുണ്ട്. വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. ഈ പലപ്പോഴും പറയുന്ന ഒരു പ്രശ്നം, മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ഈ ഒരു റോഡിന്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ പലപ്പോഴും നിയന്ത്രണം വിട്ടിരിക്കുന്നതിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ അപകടത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ തന്നെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചപ്പോൾ പ്രാഥമികമായി അവർ പറഞ്ഞത് വണ്ടി ഓവർലോഡ് ആയിരുന്നില്ല, ടയറുകൾക്ക് മറ്റ് പ്രശ്നമില്ല, വണ്ടിക്ക് കാലപ്പഴക്കമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത ചോദ്യം ഓവർ സ്പീഡ് ആയിരുന്നു എന്നുള്ളതാണ്. അത് CCTV പരിശോധിച്ച് അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ ആരും ഇത്തരത്തിൽ ഈ വാഹനം ഓവർ സ്പീഡിലാണ് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ആരോപണമൊന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. ഇത് കണ്ട ഒരു ഇവിടെ സമീപത്തുണ്ടായിരുന്ന ഒരു തയ്യൽ കടയിലെ ജീവനക്കാരന്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുമ്പ് എടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, വാഹനം ഓവർ സ്പീഡിലാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു വാഹനത്തിൽ, അതായത് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ഒരു വാഹനത്തിൽ ഇടിച്ച് ആണ് ഈ സിമന്റ് ലോറി മറിഞ്ഞത്. സിമന്റ് ലോറി പാലക്കാട് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. ഇടിച്ച് ഈ വാഹനം ഈ കുട്ടികളുടെ മേലേക്ക് വീഴുകയായിരുന്നു. ഏതായാലും ഈ റോഡിന്റെ അശാസ്ത്രീയത ഉണ്ടെങ്കിൽ, അതായത് നിരന്തരം ഇങ്ങനെ അപകടം ഉണ്ടാകുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒരു വിവരം ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് ഈ ലോറി മറ്റൊരു ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് എന്ന് പറയുന്നല്ലോ. ഈ ലോറിയിലുള്ള ഡ്രൈവറിനെ ഉൾപ്പെടെ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്തിട്ടുണ്ടാകുമല്ലോ. അവരിൽ നിന്ന് എന്തെങ്കിലും വിവരം ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടാകണമല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? നമുക്കിപ്പോൾ ലഭിക്കുന്നത് ആ ഡ്രൈവറെയും അതോടൊപ്പം തന്നെ ലോറിയെയും കല്ലടിക്കോട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത് എതിർദിശയിൽ വന്നിരുന്ന വാഹനത്തെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ പ്രാഥമികമായി മനസ്സിലാകുന്നത് ഈ വാഹനം പോവുകയായിരുന്നു. അതായത് മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലോറിയെയാണ് ഈ സിമന്റ് കൊണ്ടുവന്ന ലോറി ഇടിച്ചത്. അത് പാലക്കാട് ഭാഗത്ത് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ വാഹനം എതിർദിശയിൽ, സിമന്റ് കയറ്റി വന്ന ലോറി എതിർദിശയിൽ വന്ന ലോറിയിൽ ഇടിക്കുന്നു. പിന്നീട് നിയന്ത്രണം തെറ്റുന്നു, വാഹനം മറയുന്നു. അത് ഒരു പ്രാഥമികമായി അവർ മനസ്സിലാക്കിയ കാര്യം. സ്വാഭാവികമായും മഴ പെയ്തപ്പോൾ ഈ ഇടിയുടെ ആഘാതത്തിൽ പിന്നീട് നിയന്ത്രണം നഷ്ടപ്പെടുകയും അത് ഡ്രൈവർക്ക് തിരിച്ച് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതിരുന്നത് ഈ മഴ കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണോ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ടയറും അതോടൊപ്പം തന്നെ റോഡും തമ്മിലുള്ള ബന്ധം വിട്ടുപോയത് കൊണ്ടാണോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണ്. അത് MVD ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പോലീസും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാലപ്പഴക്കമുള്ളതായോ മറ്റു പ്രശ്നമുള്ളതായോ ഒന്നും തന്നെ MVD പറയുന്നില്ല. അത് തരത്തിൽ വാഹനം കണ്ടീഷൻ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഓവർ സ്പീഡ് ആണോ എന്നുള്ളതാണ്. അതിന്റെ പരിശോധനയും നടന്നു വരുന്നുണ്ട്. ഏതായാലും വളരെ ദാരുണമായൊരു സംഭവമാണ്. ഈ വഴിയിൽ ഇത് സ്ഥിരമാണെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അനുഭവത്തിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഉപതെരഞ്ഞെടുപ്പിനിടയിൽ ഒരു കാർ ഇടിച്ച് 4 ചെറുപ്പക്കാർ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഈ റൂട്ടിൽ തന്നെയാണ്. ഈ വഴിയിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അപകടങ്ങൾ പതിവാകുന്നു. ഈ വളവിൽ തന്നെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ആ പശ്ചാത്തലത്തിൽ ഇവിടെ ഇനി എന്ത് ചെയ്യാം? ഇതുവരെ ചെയ്തൊരു കാര്യം, MP-യുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു യോഗത്തിൽ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ റോഡിന് ഗ്രിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു ഭാഗത്ത് നമുക്ക് ഗ്രിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വശം കാണാം. പക്ഷെ അത് ഈ റോഡിൽ മുഴുവനും ചെയ്തതാണ്. പക്ഷെ അത് കാലക്രമത്തിൽ റോഡിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ, ഈ വാഹനങ്ങൾ പോകുന്ന ഭാഗത്തൊക്കെ തന്നെ ആ കാര്യങ്ങൾ പോയി വീണ്ടും അത് റോഡ് മിനുസമുള്ള രീതിയിലേക്കായി. അപ്പോൾ വീണ്ടും പഴയപടിയാകുന്നു. ഇതൊരു തുടർക്കഥയാകുന്നു. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുമ്പോൾ റോഡിൽ ഇത്തരത്തിലുള്ള പണികൾ നടത്തും. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരം അത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മറിച്ച് ശാശ്വതമായൊരു പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.